ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന മുട്ടകൾ കോഴി അടയിരിക്കാതെ തന്നെ കൃത്രിമമായി വിരിയിച്ചെടുക്കാനുള്ള ഒരു ഇൻക്യുബേറ്റർ എങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായി ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് നമുക്ക് വേണം. അതുപോലെ ഒരു 40 വാട്ട്സിൻ്റെ ബൾബ്, LED ബൾബല്ല, സാധാ ബൾബ്, അത് ഇടാനുള്ളൊരു ഹോൾഡറും വേണം. ത്രെഡ് ആണെങ്കിലും പിന്നാണെങ്കിലും. അതുപോലെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് തെർമോസ്റ്റാറ്റ് എന്ന് പറയും. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, ആമസോണിൽ കിട്ടും. 15 ദിർഹംസാണ് UAE വില. നാട്ടിൽ 250 രൂപയാണെന്ന് തോന്നുന്നു. ഇതതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സെൻസറാണ്. അതുപോലെ ഇതുപോലൊരു അഡാപ്റ്ററും വേണം നമുക്ക്. ഈ അഡാപ്റ്റർ ഏതെങ്കിലും ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. 12 വോൾട്ട് 1 ആംപിയർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ വേണ്ടത് ഒരു ഫാനാണ്. ഈ ഫാന് CPU-യിൽ നിന്നും പഴയ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ കിട്ടും. അത് കൂടാതെ ബൾബ് കത്തിക്കാൻ ആവശ്യമായ വയറും പിന്നെ കേബിൾ ടൈയും. ഇതുപോലെ വയർ കട്ട് ചെയ്ത് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫാനും നമ്മൾ 2 ഹോളിട്ട് വളരെ ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ചെയ്യുമ്പോൾ തെർമോക്കോൾ ആയതുകൊണ്ട് ചിലപ്പോൾ അത് പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ മെല്ലെ, ഒത്തിരി ടൈറ്റ് ചെയ്യാതെ തന്നെ കേബിൾ ടൈ ഉപയോഗിച്ചത് കെട്ടുക. ഇനി നമ്മൾ അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റും ഇതിലേക്ക് പിടിപ്പിക്കണം. തെർമോസ്റ്റാറ്റിൻ്റെ വളരെ ചെറിയ ഹോളാണ്. അതിൻ്റെ ബോർഡൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ വേണം ഹോളിട്ട് ഇതേപോലെ അപ്പുറവും ഇപ്പുറവും ഓരോ കേബിൾ ടൈ കയറ്റിയിട്ട് കോർത്ത് അതവിടെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ഈ തെർമോസ്റ്റാറ്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഈ അഡാപ്റ്റർ ഉപയോഗിച്ച് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാൻ നോക്കണം. ഫാനില്ലേ, നമ്മുടെ ഫാൻ, കമ്പ്യൂട്ടറിൽ നിന്ന് അഴിച്ചെടുത്ത ഫാനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അതേപോലെ തന്നെ ഈ അഡാപ്റ്ററിൽ ജോയിൻ ചെയ്ത് നമ്മൾ +12 വോൾട്ട് GRD എന്ന് പറഞ്ഞ 2 പോർട്ടുണ്ട്. ആ 2 പോർട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അതിൽ +12 വോൾട്ടിൽ പോസിറ്റീവും GRD ഗ്രൗണ്ട് എന്നെഴുതിയാൽ നെഗറ്റീവും കൊടുക്കണം. അതാ ഈ കാണിക്കുന്നത് പോലെ കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ +12 വോൾട്ട് GRD ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക. അടുത്ത 2 പോർട്ടിലേക്കാണ് ഈ ബൾബിലേക്ക് പോകുന്ന കറണ്ടില്ലേ, ഒരു വയർ കട്ട് ചെയ്യുക. ഡയറക്റ്റ് കറണ്ടാണ്. അതിൽ ഒരു വയർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റി ഇറക്കി കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആ വയർ അടുത്ത 2 പോർട്ടിൽ K0 K1 ഇതിൽ 2ലേക്ക് കയറ്റി ഇറക്കി ഈ ബോർഡ് വഴി സപ്ലൈ പോവുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി അതിനുശേഷം നമ്മൾ ഇതും ഈ തെർമോസ്റ്റാറ്റും ഇതിലേക്ക് പിടിപ്പിച്ച് അവസാനം ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻസറാണിത്. ഈ സെൻസർ നേരെ ബൾബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഹോൾ ചെയ്തിട്ട് അവിടെ വയ്ക്കുക. ഇതാണ് നമ്മൾ ചൂടിനെ ഡിറ്റക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് തെർമോസ്റ്റാറ്റിനെ കട്ട് ഓഫ് ചെയ്തിട്ട് ബൾബ് കത്തുകയും അണയുകയും ചൂടിന് ആവശ്യമായിട്ട് ചെയ്യുന്നത്. ഈ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ബൾബ് ഓണായി, ചൂട് വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് നോക്കാം. ഇതിന് ടെമ്പറേച്ചർ ഇനിയിപ്പോൾ കൂടി 38 ഡിഗ്രിയാണ്. കോഴിയുടെ പള്ളയിൽ നിന്നും മുട്ട വിരിയാൻ വേണ്ടി കിട്ടുന്ന ചൂടെന്ന് പറയുമ്പോൾ 38 ആണ്. അപ്പോൾ എപ്പോൾ നമ്മൾ ഈ പെട്ടിയിൽ 38 കീപ്പ് ചെയ്യണം. 38 ആണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം. 38 ആകുമ്പോൾ കട്ട് ഓഫ് ആയിട്ട് ഈ ബൾബണായും. എന്നിട്ട് വീണ്ടും 37 അല്ലെങ്കിൽ 36.5 ഒക്കെ ആകുമ്പോൾ വീണ്ടും കത്തിയിട്ട് ആ ടെമ്പറേച്ചർ 38 തന്നെ കണ്ടില്ലേ. ടെമ്പറേച്ചർ ഇപ്പോൾ 38 ആയപ്പോൾ കട്ടായി. അപ്പോൾ ഇനിയിപ്പോൾ 38.34 ഒക്കെ കാണിക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്തിട്ട്, ഫാൻ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചൂടിനെ എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻ വെച്ചേക്കുന്നത്. ഈ മുട്ടകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കോഴിമുട്ടയും താറാമുട്ടയും ഉണ്ട്. രണ്ടിനും വിരിയാനുള്ള എടുക്കുന്ന സമയം വ്യത്യാസമുണ്ട്. 21 ദിവസമാണ് കോഴിമുട്ടയ്ക്ക് വേണ്ടത്. താറാവിന് കുറച്ച് ദിവസം കൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് അറക്കപ്പൊടിയാണ്. വളരെ സ്മൂത്തായിട്ട് മുട്ടയൊക്കെ അതിൻ്റെ അകത്ത് പൊട്ടാതെയും ഒക്കെ ഇരിക്കും. അതിനുവേണ്ടി മാത്രമേ പേപ്പർ എങ്ങാനും വെച്ചാലും മതി. പിന്നെ അതുപോലെ ഈ മുട്ടയിൽ നമ്മൾ വരയിടണം. ഈ വരയിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട രാവിലെയും വൈകിട്ടും മറിച്ചും തിരിച്ചും വെച്ച് കൊടുക്കണം. ഇതിൻ്റെ 2 വശങ്ങളും ഒരേപോലെ ചൂട് കിട്ടണം. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ഇടുന്നത്. അങ്ങനെ മാർക്കിട്ട് നമ്മൾ ഓരോ മുട്ടയും ഇതുപോലെ വയ്ക്കുക. ഇതിൽ നമ്മൾ കോഴിമുട്ടയും വെച്ചിട്ടുണ്ട്, 4 താറാമുട്ടയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ മുട്ടകളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
നമ്മൾ ബൾബ് കത്തിച്ചു. ഇനി ഇത് കവർ ചെയ്ത് വെച്ചേക്കുക, കാരണം ചൂട് പുറത്തു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇത് കവർ ചെയ്ത് 21 ദിവസം കാത്തിരിക്കുമ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്ത് വരുമല്ലേ. കാത്തിരുന്ന് കാണാം. അങ്ങനെ 21 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഒരാൾ പുറത്ത് വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ അറിയിക്കാതെ ആളിഞ്ഞ് പുറത്ത് ചാടി. അടുത്തവൻ വരാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ ഓരോരോ മുട്ടകളായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. ചിലപ്പോൾ മുഴുവൻ മുട്ടയും വന്നെന്നിരിക്കില്ല, എങ്കിലും നമുക്കിപ്പോൾ 7 മുട്ടയോളം കിട്ടി. ഒരു മുട്ടയെ ഒരു കൗതുകത്തിന് വേണ്ടി കയ്യിൽ വെച്ച് ഒന്ന് വിരിച്ചു നോക്കിയതാ. ഒരു ജന്മം, ഒരു പിറവി. നോക്കിയേ. ഈ കോഴിക്കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം അതിൻ്റെ തൂവലുകളൊക്കെ ഇങ്ങനെ നേരെയായി എഴുന്നേറ്റ് നിന്ന് വെള്ളം കുടിക്കും. നമ്മളെന്തെങ്കിലും കൊടുക്കുന്ന ആഹാരമൊക്കെ കൊത്തി കഴിച്ച് തുടങ്ങും. വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? താറാക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. താറാവ് വിരിയുമ്പോൾ താറാവിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും.